ഹിന്ദു അഭിമുഖത്തിൽ PR ഏജൻസിയെ സംരക്ഷിക്കാൻ CPIM. സുബ്രഹ്മണ്യത്തിന്റെ ഇടപെടലിൽ ദുരുദ്ദേശമില്ലെന്ന് ന്യായീകരിക്കാൻ പാർട്ടി. ഗൂഢാലോചന ആരോപിച്ചാൽ കേസെടുക്കേണ്ടി വരുമെന്ന് വിലയിരുത്തൽ. മലപ്പുറം പരാമർശം എഴുതി നൽകിയത് സുബ്രഹ്മണ്യൻ എന്ന് വിശദീകരണം. ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദങ്ങൾ അവസാനിച്ചു എന്നാണ് കരുതിയതെന്ന് TP രാമകൃഷ്ണൻ. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗം. ഹിന്ദുത്വ വർഗീയ സംഘങ്ങളുടെ പദ്ധതി ഇടതുപക്ഷത്തിന്റെ ചിലവിൽ നടപ്പാക്കിയെന്ന് വിമർശനം. മുഖ്യമന്ത്രിയുടേത് വലതുപക്ഷ നിലപാട്. പോലീസ് ഭാഷ്യങ്ങളെ മുഴുവൻ വെള്ളം തൊടാതെ ന്യായീകരിക്കുന്നു എന്നും റിസാലയിൽ മുഖപ്രസംഗം. ADGPക്കെതിരായ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ DGP. സമയപരിധി അവസാനിച്ച് 2 ദിവസമായിട്ടും റിപ്പോർട്ട് കൈമാറിയില്ല. റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകുമെന്ന് സൂചന. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയേക്കും. CPI സംസ്ഥാന നേതൃത്വത്തിലെ ഭിന്നത മറനീക്കി പുറത്ത്. പാർട്ടിക്ക് സെക്രട്ടറി അല്ലാതെ മറ്റു വക്താക്കൾ വേണ്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിനോയ് വിശ്വം. സൈബർ ആക്രമണ കേസിൽ ലോറി ഉടമ മനാഫിനെ പ്രതി പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. യൂട്യൂബ് ചാനൽ പരിശോധിച്ചതിൽ നിന്ന് അപകീർത്തികരമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ്. സംസ്ഥാനത്ത് ഇന്ന് മഴ പെയ്യാൻ സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്.